പ്രിയമുള്ളവരെ, കെൽപി വില്ലേജ് വ്ളോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പകഞ്ചേരിയിലുള്ള ഒരു വിശേഷം തന്നെയാണ്. ഇവിടെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന് ഒരല്പം താഴെ, അതായത് കടങ്ങാത്തുണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ കൽപ്പഞ്ചേരിക്ക് അല്പം താഴെ സഹകരണ ബാങ്കിൻ്റെ അവിടെ അങ്ങനെ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് പൊട്ടി അത് നന്നാക്കലുമായി ബന്ധപ്പെട്ട് വീണ്ടും റോഡ് പൊളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്നൊരു അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. നമ്മുടെ പൊതുജനങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന ഭാരിച്ച നഷ്ടങ്ങൾ പേറേണ്ടി വരുന്നത് പൊതുജനങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് ഇതിലൂടെ എത്തിക്കാൻ പോകുന്നത്. ദൂരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും റോഡ് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൺ സൈഡിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മേലെ ഭാഗ്യത്തിന് 2 ബോർഡ് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ടേണിങ്ങിൽ നിന്ന് താഴ്ന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ പൊട്ടിയിരുന്നു. അത് തൽക്കാലം അതിനൊരു പരിഹാരം കണ്ട് ഇപ്പം അതിൻ്റെ മുകളിൽ വീണ്ടും പൊട്ടിയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അത് എന്താ പറയുക, ആ പൊട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട്, അങ്ങനെ തന്നെ പറയണം, താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാര മാർഗം എന്ന നിലക്കാണ് ഈ റോഡ് ഇങ്ങനെ പൊളിക്കുന്നത്. കൽപ്പഞ്ചേരിയിലെ മുമ്പത്തെ ഒരു വിഷയമായിരുന്നു ഈ റോഡ് വളരെ മോശമായൊരവസ്ഥയിലാണ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം നടന്നത്. ഇതിൽ ഞാൻ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകം മനസ്സിലാക്കുക. ഒരു പാർട്ടിയെയും തള്ളിക്കളയാൻ വേണ്ടിയല്ല, ഒരാളെ മോശമാക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ, നമ്മുടെ കാഴ്ചയിൽ വന്നപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് ഇവിടെ പൊട്ടിയിരുന്നു. ആ പൊട്ടിയതുമായി ബന്ധപ്പെട്ട റോഡിന് വന്ന ഡാമേജുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങളായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പമ്പിട്ട് പോയിട്ടുള്ളത്, ഈ സപ്ലൈ ചെയ്യാനുള്ള പമ്പിട്ട് പോയിട്ടുള്ളത്. അതന്ന് kg കുറവുള്ള പമ്പിട്ടു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. kg കുറവുള്ള പമ്പെന്ന് വെച്ചാൽ ഏകദേശം മിനിമം 10 to 12 kg ഉള്ള പമ്പ് വേണമെന്നാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 6ഉം 4ഉം ഒക്കെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ടാറിങ് നടക്കണം. അപ്പോൾ ടാറിങ് നടക്കുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റിനെ ബന്ധപ്പെട്ട ആളുകൾ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ PWDൻ്റെ ആളുകൾക്ക് സാഹചര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. PWDനെ സമയത്തോളം അവർക്ക് റോഡ് നന്നാക്കാത്തതിൻ്റെ പേരിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തണം? ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. നമ്മളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡാണ്, നല്ല ചിന്താശക്തിയുള്ള ആളുകൾ ധാരാളമുണ്ട്. ഇത്തരം മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അത് അറിയുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇതൊക്കെ ഒരു കോമഡി പോലെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആസൂത്രിതമായ ശ്രമങ്ങളില്ലാതെ, ഒരു കോർഡിനേഷൻ ഇല്ലാതെ, പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ യാതൊരുവിധ കോർഡിനേഷനും ഇല്ല, അല്ലെങ്കിൽ ഇവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമിതി ഇല്ല. അതുകൊണ്ട് ഓരോ ഗ്രൂപ്പും ആണവൻ്റെ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ വരുന്ന പാകപ്പിഴവുകളാണ്. ആ പാകപ്പിഴവുകളുടെ നഷ്ടം പേറേണ്ടി വരുന്നത് പൊതുജനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കും പ്രതികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക വിഷയങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിർദ്ദേശങ്ങൾ അറിയിക്കണം. ഇതൊക്കെ വേദനയുള്ള കാര്യങ്ങളാണ്. കാര്യം ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഓരോ നഷ്ടങ്ങൾക്കും ഓരോ രൂപ ചിലവഴിക്കുമ്പോഴും അതെല്ലാം പൊതുഖജനാവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ പൊതുഖജനാവിലേക്ക് ഫണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് നാം ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് ഷോർട്ടായി പോകുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തിയും ഓരോ പൗരനും അതിൻ്റെ കണക്ക് തീർക്കേണ്ടി വരും. ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇതിലേക്ക് വേണ്ട ഫണ്ടുകൾ കണ്ടെത്തേണ്ടത് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ ഒഴിവായി ഇതിനെ ഒരു വ്യക്തമായ ഒരു കോർഡിനേഷനോട് കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ സാധിക്കും. നമുക്കെല്ലാം അതറിയാം, പക്ഷെ അത് ചെയ്യുന്നില്ല. അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും വല്ല നേട്ടമുണ്ടോ എന്നും അറിയാൻ സാധിക്കില്ല. എന്നാലും വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ പ്രാദേശിക ഇതുപോലെയുള്ള വിഷയങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.